റെക്കോർഡ് ചെയ്യുന്ന കാണാന്നും പറഞ്ഞ് അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല മിസ്സേ, കേൾക്കുന്നില്ലെന്ന് പറയുന്നു, അതുകൊണ്ടാ പറഞ്ഞു. ആ अनरम नमक का दरोगा प्रेमचंद द्वारा रचित लघु कथा है। इसमें एक ईमानदार नमक निरीक्षक की कहानी को बताया गया है जिसने काला बाजारी के विरुद्ध आवाज उठाई। ये कहानी किसकी जीत है? किसकी जीत है? धन की। हाँ, धर्म की जीत है। किसके ऊपर? किसके ऊपर? धन के ऊपर। हाँ, धन के ऊपर धर्म के जीत की है। കഹാനി में മാനവ മൂല്യോं का ആദർശ രൂപ दिखाया गया है. ഈ കഥയില് എന്താണ് കാണിച്ചിരിക്കുന്നത്? നമ്മുടെ മാനവ മൂല്യങ്ങളുടെ ആ ആദർശത്തെയാണ് കാണിച്ചിരിക്കുന്നത്. और उससे सम्मानित भी किया गया. അതുപോലെ തന്നെ ആ മാനव मूल्य के आदर्श को क्या भी किया गया है? सम्मानित भी किया गया है. മനസ്സിലായോ? മനസ്സിലായി മിസ്. हाँ, सत्यनिष्ठा, धर्मनिष्ठा और कर्म परायणता को विश्व के दुर्लभ गुणों में बताया गया है. കാരണം നമ്മുടെ ഈ ലോകത്ത് ആൾക്കാർക്ക് കിട്ടുന്ന ചില ഗുണങ്ങളുണ്ട്. അത് ദുർലഭ ഗുണം എന്ന് വെച്ചാൽ ചിലവർക്ക് മാത്രമേ ആ ഗുണങ്ങൾ കിട്ടത്തുള്ളൂ. ആ 3 ഗുണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന സത്യനിഷ്ഠ എന്ന് വെച്ചാൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുക. ധർമ്മനിഷ്ഠ, ധർമ്മനിഷ്ഠ എന്ന് വെച്ചാൽ നമ്മുടെ കർത്തവ്യത്തിൽ ഉറച്ചു നിൽക്കുക. പിന്നെ കർമ്മപരായണത, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് നല്ല രീതിയിൽ ചെയ്യുക. ഇത് ഈ 3 ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്ത് എങ്ങനത്തുള്ള ഗുണങ്ങളാണ്? ദുർലഭ ഗുണത്തിൽ പെട്ടതാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടുന്നതല്ല, ഇത് ദുർലഭമായിട്ട് കിട്ടുന്ന ഗുണങ്ങളാണ് ആൾക്കാരുടെ ഇടയിൽ. മനസ്സിലായോ? മനസ്സിലായി മിസ്. हाँ, अंत में यह शिक्षा दी गई है कि एक बेईमान स्वामी भी एक ईमानदार कर्मचारी की तलाश करते हैं. അന്തമേ അങ്ങനെ ഈ സ്റ്റോറിയുടെ അവസാനം നമുക്കൊരു ലെസണും തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമുക്കെല്ലാം ഒരു പാഠം പഠിക്കാനുള്ളതും തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? एक ബൈമാൻ സ്വാമി. ബൈമാൻ എന്നത് സത്യസന്ധനല്ലാത്ത ഒരു സ്വാമി പോലും ആരെയാണ് ആഗ്രഹിക്കുന്നത്? ഇമാൻദാറായിട്ടുള്ള കർമ്മചാരിയാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി മിസ്. കഹാനി ആസാദി സെ പെഹലെ കി ഹെ. നമുക്ക് ഫ്രീഡം ഒക്കെ കിട്ടുന്നതിന് മുമ്പേ ഉള്ള ഒരു കഥയാണ് നമക് കാ ദരോഗ. നമക് കാ നയാ വിഭാഗ്, ഈ സോൾട്ടിനായിട്ട് പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് അന്ന് തുടങ്ങി. വിഭാഗ് മേ ഊപ്പരി കമായി ബഹുത് ജ്യാദാ ഥി. അന്നേരം ഈ ഒരു ഡിപ്പാർട്ട്മെന്റില്, വിഭാഗം ചെറിയ ഡിപ്പാർട്ട്മെന്റ്, അതിനകത്ത് ഊപ്പരി കമായി. ഊപ്പരി കമായി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഊപ്പരി കമായി സാലറി കൂടാതെ പിന്നെന്തുവാ? എന്തോ കിട്ടുന്നതാ? കൂടുതൽ ബ്രൈബ് കിട്ടുന്ന സ്ഥലമായിരുന്നു. ബ്രൈബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞോ. ബോണസ് ആണോ? ബോണസ് അല്ല. ഊപ്പരി കമായി എന്ന് പറയുന്നത് ബോണസ് അല്ല. ബോണസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസർ തരുന്നതാണ് നമുക്ക് ആ ബോണസ് എന്നുള്ളത്. ഈ ഊപ്പരി കമായി എന്ന് പറയുന്നത് അതല്ല. നമുക്ക് ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിൽ അവർക്ക് എന്തോ ഈ ആൾക്കാര് അതിനെന്തോ കൈക്കൂലിയായിട്ട് കൊടുക്കുന്നത്. മനസ്സിലായി? കൈക്കൂലിയാണ് ഊപ്പരി കമായി. മനസ്സിലായപ്പം? അതെ. ഈ ഡിപ്പാർട്ട്മെന്റില് സാലറി കൂടാതെ ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്തോ കൂടെ കിട്ടുമായിരുന്നു? കൈക്കൂലിയും കൂടെ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. മനസ്സിലായോ? इसलिए सभी व्यक्ति इस विभाग में काम करने को उत्सुक थे. അതുകൊണ്ട് എല്ലാരും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരായിരുന്നു. മനസ്സിലായോ? മനസ്സിലായി മിസ്. അന്നേരം അതിന്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ.
नमक के विभाग में सभी लोग काम करने को उत्सुक क्यों थे? उत्सुक क्यों थे? എഴുതിയോ? എഴുതി മിസ്. ആ, എഴുതി മിസ്. എന്റെ ആൻസർ അറിയാവല്ലോ എല്ലാവർക്കും? आंसर അറിയാവോ? ऊपरी विभाग में ऊपरी कमाई बहुत ज्यादा थी. हाँ, इसलिए सभी व्यक्ति इस विभाग में काम करने के लिए उत्सुक थे അല്ലേ? उस दौर में फारसी का बोलबाला था. ആ സമയത്ത് കൂടുതലും ഏത് ഭാഷയായിരുന്നു കൂടുതൽ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? फारसी ഭാഷയായിരുന്നു. और उच्च ज्ञान के बजाय केवल फारसी की प्रेम की कथाएं और श्रृंगार रस के काव्य पढ़कर ही लोग उच्च पदों पर पहुंच जाते थे. കാരണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു ഭാഷയായിരുന്നു ഫാർസി. മനസ്സിലായി? അതുകൊണ്ട് ഫാർസി അറിയാമെങ്കിൽ അതുപോലെ തന്നെ ഉച്ച് ജ്ഞാൻ കെ ബജായ എന്ന് പറഞ്ഞാൽ വലിയ അറിവൊന്നും വേണ്ട, അതിന് പകരം ഏതെങ്കിലും ഫാർസിയുടെ പ്രേമ കഥകളോ അല്ലെങ്കിൽ ശൃംഗാര രസമുള്ള കാവ്യങ്ങള് വായിച്ചാൽ മാത്രം മതി, ആൾക്കാര് എന്തോ ചെയ്യും? അയാൾക്ക് വലിയ ഒരു പദവി കൊടുക്കുമായിരുന്നു. മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. हाँ, मुंशी वंशीधर ने भी फारसी पढ़ी और रोजगार की खोज में निकल पड़े. അങ്ങനെ ഇതിന്റെ മെയിൻ ക്യാരക്ടർ, ഇതിന്റെ മെയിൻ കഥാപാത്രമാണ് ഇപ്പം വരുന്നത്. ആ മെയിൻ കഥാപാത്രത്തിന്റെ പേരാണ് എന്തുവാ? മുൻഷി വൻഷീധർ. മനസ്സിലായോ? അന്നേരം ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമക് ക ദരോഗ കഹാനി കാ മുഖ്യ അല്ലെങ്കിൽ കേന്ദ്ര പാത്ര കോൺ ഹെ का नाम क्या है എന്ന് ചോദിക്കാം. മനസ്സിലായോ? ക്വസ്റ്റ്യൻ എഴുതിയോ? അത് എഴുതുക മിസ്. എഴുതുന്ന नमक का दरोगा कहानी का मुख्य कथापात्र कौन है? എഴുതിയോ? എഴുതി മിസ്. अगर मुंशी वंशीधर ആണ് എന്റെ ആൻസർ. അന്നേരം उसने फारसी पढ़ी और रोजगार की खोज में निकल पड़े. रोजगार की खोज എന്ന് വെച്ചാൽ ജോലിക്കുള്ള ആ ഒരു തലാഷില് ഇറങ്ങി തിരിച്ചു. उनके घर की आर्थिक दशा खराब थी. അന്നേരം മുൻഷി വൻഷീധറിന്റെ വീട്ടിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, അതാണ് ആർത്തിക് ദശ. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ഖറാബ് ഥി, ചീത്തയായിരുന്നു. വെച്ചാൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള വീട്ടിലായിരുന്നു മുൻഷി വൻഷീധർ. उनके पिता ने घर से निकलते समय उन्हें बहुत समझाया. അന്നേരം ജോലി തേടി ഇറങ്ങിയതല്ലേ മുൻഷി വൻഷീധർ. ഫാർസിയൊക്കെ പഠിച്ചിട്ട് ജോലി തേടി ഇറങ്ങിയ ഒരു ആളായിരുന്നു മുൻഷി വൻഷീധർ. അന്നേരം മുൻഷി വൻഷീധർ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി ഇറങ്ങിയ സമയത്ത് അച്ഛൻ അയാളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. ജിസ്കാ സാർ യഹ് ഥാ എന്ന് വെച്ചാൽ അതിന്റെ ഒരു ബ്രീഫായിട്ട് ആണ് ഇപ്പം പറയുന്നത്. ഈ ഐസി നൗക്കരി കർണ, നീ ഇങ്ങനത്തുള്ള ജോലി മാത്രമേ ചെയ്യാവൂ. ജിസ്മേ ഊപ്പരി കമായി ഹോ, അതിനകത്ത് എന്തോ ഉണ്ടായിരിക്കണം? ഊപ്പരി കമായി ഉണ്ടായിരിക്കണം. വെച്ചാൽ എന്തുവാ? റിഷ്വത്ത് കിട്ടണം, അല്ലെങ്കിൽ ബ്രൈബ് കിട്ടണം, അല്ലെങ്കിൽ കൈക്കൂലി കിട്ടുന്ന ജോലി മാത്രമേ നീ ചെയ്യാവൂ. और आदमी तथा അവസർ ദേക്കർ ഘൂസ് ജരൂർ ലേ, അതുപോലെ തന്നെ ഒരു വ്യക്തിയെ കണ്ടും അതുപോലെ ആ വ്യക്തിയുടെ എന്തെല്ലാം അവസരമുണ്ട് അതിന്റെ അനുസരിച്ച് വേണം നീ ഘൂസ് വാങ്ങിക്കാൻ. ഘൂസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കൈക്കൂലി
വാങ്ങിക്കാനായിട്ട്. ഘൂസ് എന്ന് വെച്ചാൽ ബ്രൈബാണ്, അതിന് മലയാളത്തിൽ പറയുന്നത് കൈക്കൂലി എന്നാണ്. മനസ്സിലായി? പക്ഷെ നീ ഘൂസ് വാങ്ങിക്കണം, അങ്ങനത്തുള്ള ജോലി മാത്രമേ നീ വാങ്ങിക്കാവൂ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ എഴുതിക്കോ. मुंशी वंशीधर जब रोजगार की खोज में निकले, तब उसके पिता ने क्या समझाया? എഴുതിയോ? എഴുതി മിസ്. അടുത്ത് നോക്കിയോ. वंशीधर पिता से आशीर्वाद लेकर नौकरी की तलाश में निकल जाते. അങ്ങനെ വൻഷീധർ അച്ഛന്റെ ആശീർവാദമൊക്കെ വാങ്ങിച്ചിട്ട് എവിടേക്ക് പോയി? നൗക്കരി തേടി. भाग्य से नमक विभाग के दरोगा पद की नौकरी मिल जाती है. ഭാഗ്യം കൊണ്ട് സോൾട്ടിന്റെ ഡിപ്പാർട്ട്മെന്റില് ഏത് പദവിയായിട്ടുള്ളത്? ദരോഗ പദ്, ഇൻസ്പെക്ടറിന്റെ ആ പോസ്റ്റ് കിട്ടുന്നു. ജിസ്മേ വേതൻ അച്ഛാ ഥാ, നല്ല സാലറി ആയിരുന്നു. സാഥി ഊപ്പരി കമായി ഭി ജ്യാദാ ഥി, അതുപോലെ തന്നെ ഇഷ്ടം പോലെ എന്തോ കിട്ടുമായിരുന്നു? കൈക്കൂലി കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ എഴുതിക്കോ. मुंशी वंशीधर को कहाँ नौकरी मिली? और वह नौकरी कैसा था? എഴുതിയോ? എഴുതി മിസ്. ഇനി അടുത്ത് നോക്കിയോ. എന്റെ ആൻസർ ഒക്കെ അറിയാമല്ലോ? അറിഞ്ഞുകൂടെങ്കിൽ പറയണം. അറിയാമല്ലോ ആൻസർ? അറിയാവോ? കാർത്തിക അറിയാം മിസ്. അറിഞ്ഞുകൂടെങ്കിൽ പറയണം ആൻസർ അറിയത്തില്ലെന്ന് കേട്ടോ. ഓക്കെ. यह खबर जब पिता को पता चली तो वह बहुत खुश हुए. ഈ ഒരു മെസ്സേജ് ആർക്ക് കിട്ടി? അച്ഛന് കിട്ടി. അച്ഛന് കിട്ടിയപ്പം അച്ഛന് ഭയങ്കര സന്തോഷമായി. मुंशी वंशीधर ने 6 महीने में अपनी कार्य कुशलता और अच्छे आचरण से सभी अधिकारियों को मोहित कर दिया. मुंशी वंशीधർ 6 മാസം കൊണ്ട് അയാളുടെ കഴിവ് കൊണ്ടും അതുപോലെ തന്നെ നല്ല ബിഹേവിയറും കൊണ്ട്, അച്ഛൻ വെച്ചാൽ നല്ല ബിഹേവിയറും കൊണ്ട് എല്ലാ അധികാരികളെയും മോഹിപ്പിച്ചു. മോഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാ അധികാരികൾക്കും അയാളെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. जाड़े के समय एक रात वंशीधर अपने दफ्तर में सो रहे. അത് നല്ല തണുപ്പുള്ള സമയമായിരുന്നു. രാത്രി സമയത്ത് വൻഷീധർ അയാളുടെ ഓഫീസിൽ കിടന്നുറങ്ങിയായിരുന്നു. उनके दफ्तर से 1 मील पहले जमुना नदी थी. അയാളുടെ ഓഫീസിൽ നിന്നും ഒരു മൈല് അകലെ ഏത് നദിയായിരുന്നു? ജമുന നദിയായിരുന്നു. जिस पर नावों का पुल बना हुआ था. അതിനകത്ത് ഇഷ്ടം പോലെ ഈ ബോട്ടിന്റെ തന്നെ ഞാൻ അടുക്കിനടുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ആ ഒരു എന്തുവാ ഒരു ബ്രിഡ്ജ് പോലെ ആയിരുന്നു. गाड़ियों की आवाज और मल्लाओं की कोलाहल से उनकी नींद हुई. അന്നേരം വണ്ടി പോകുന്ന സൗണ്ടും അതുപോലെ തന്നെ മല്ല ഈ മീൻപിടുത്തക്കാരുടെ സൗണ്ടും കൊണ്ട് അയാളുടെ നീന്ത് കുല്ല എന്ന് വെച്ചാൽ അയാളുടെ ഉറക്കം അയാള് ഉണർന്നു.
बंदूक जेब में रखा और घोड़े पर बैठकर पुल पर पहुंचे. അങ്ങനെ പിസ്റ്റൾ എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് കുതിരപ്പുറത്തിരുന്ന് ആ പുല്ലിന്റെ അടുത്തേക്ക് പോയി. വഹാ ഗാഡിയോ കി एक लंबी कतार पुल पार कर रही. അവിടെ ഒരു വണ്ടികളുടെ വലിയ ഒരു ലൈൻ തന്നെ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉन्होंने पूछा, ഉടനെ അയാൾ ചോദിച്ചു, കിസ്കി ഗാഡിയാൻ ഹെ, ഇതാരുടെ വണ്ടികളാണ്? तो पता चला पंडित അലോപി ദീൻ കി. അന്നേരമാണ് മനസ്സിലാക്കിയത് അവിടുത്തെ പണ്ഡിറ്റ് അലോപി ദീന്റെ വണ്ടികളാണ് ആ ബ്രിഡ്ജിൽ കൂടി കടന്ന് പോകുന്നതെന്ന്. മുൻഷി വൻഷിധർ ചൗക്ക് പടി. അന്നേരം മുൻഷി വൻഷിധർ ഇത് കേട്ട് അതിശയപ്പെട്ട്. പണ്ഡിറ്റ് അലോപുദ്ദീൻ ഇലാഖയ്ക്ക് സബ്സെ പ്രതിഷ്ഠിത് ജമീന്ദാർ थे. പണ്ഡിറ്റ് അലോപുദ്ദീൻ ആരായിരുന്നു? ആ ഇലാഖയുടെ, ആ ഏരിയയുടെ ഏറ്റവും പ്രതിഷ്ഠിച്ച പേര് കേട്ട് ജമീന്ദാർ ആയിരുന്നു. ലാഖോ റുപ്യോ കാ വ്യാപാർ था. ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാപാരമായിരുന്നു. वंशीधर ने जब जांच किया तब पता चला कि गाड़ियों में नमक के ढेले के बोरे हैं. അതോടെ തന്നെ വൻഷീധർ അത് ഒന്ന് നോക്കിയതിന് ആ വണ്ടിക്കകത്ത് എന്താണെന്ന് നോക്കി. അന്നേരമാണ് മനസ്സിലാക്കിയത് വണ്ടിക്കകത്ത് മൊത്തം ഉപ്പ് ചാക്കുകള്, ഉപ്പ് നിറഞ്ഞ ചാക്കുകളായിരുന്നു. ഉനോനെ ഗാഡിയ റോക്ലി. അങ്ങനെ അയാൾ പറഞ്ഞു വണ്ടി ഇവിടുന്ന് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പണ്ഡിറ്റ്ജിക്കു ഉടനെ തന്നെ ഈ വണ്ടിയിലെ ഡ്രൈവർമാരെല്ലാം ഓടിച്ചെന്ന് ആരുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത്? പണ്ഡിത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. तो वह अपने धन पर विश्वास किए वंशीधर के पास पहुंचे. പണ്ഡിറ്റ് ജിക്ക് ഇതിൽ വിശ്വാസമായിരുന്നു? സ്വന്തം സാമ്പത്തികത്തിൽ ഇഷ്ടം പോലെ ധനം ഉണ്ടായിട്ടുണ്ട്. അയാൾ വിചാരിച്ച് ഈ പണം കൊണ്ട് അയാളെ വിലയ്ക്ക് എടുക്കാമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അയാൾ ആരുടെ അടുത്തേക്ക് വന്ന്? വൻഷീധറിന്റെ അടുത്തേക്ക് വന്നു. और उनसे गाड़ियों के रोकने के बारे में पूछा. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് എന്റെ വണ്ടിയെ തടസ്സപ്പെടുത്തിയത്? पंडित जी ने वंशीधर को रिश्वत देकर गाड़ियों को छोड़ने को कहा. ഉടനെ തന്നെ പണ്ഡിറ്റ് എന്ത് ചെയ്തു? വൻഷീധറിന് റിഷ്വത്ത് എന്നുവെച്ചാൽ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞ് ഈ വണ്ടികളൊക്കെ നിങ്ങൾ ഞാൻ തരുന്ന പൈസ മേടിച്ചിട്ട് ഈ വണ്ടികളെല്ലാം വിട്ടേര്. പരന്തു വൻഷീധർ अपने कर्तव्य पर अडिग रहे. പക്ഷെ വൻഷീധർ സ്വന്തം കർത്തവ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. और पंडित जी को गिरफ्तार करने का हुक्म दी. പണ്ഡിറ്റ് ജി എന്തോ ചെയ്യാൻ പറഞ്ഞ്? അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓർഡർ കൊടുത്തു. പണ്ഡിറ്റ് ജി ആശ്ചര്യചകിത്. ഇത് കണ്ടപ്പോഴേ പണ്ഡിറ്റ് ജിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നി. पंडित जी ने रिश्वत को बढ़ाया भी परंतु वंशीधर नहीं माने और पंडित जी को गिरफ्तार कर लिया. ഇഷ്ടം പോലെ ബ്രൈബായിട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ ആര് സമ്മതിച്ചില്ല? വൻഷീധർ സമ്മതിച്ചില്ല. അങ്ങനെ വൻഷീധർ പറഞ്ഞു പണ്ഡിറ്റ്ജിയെ അറസ്റ്റ് ചെയ്യാൻ. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി മിസ്. അന്നേരം അതിന്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. जाड़े के समय कौन सी घटना घटी? जाड़े के समय कौन सी घटना घटी? अगर आप पैराग्राफ फुल है ना അതിന്റെ ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. പണ്ഡിറ്റ് അലോപുദ്ദീൻ കോൺ थे? പണ്ഡിറ്റ് അലോപുദ്ദീൻ കോൺ थे? ഒരു മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ആണ് उस इलाके के सबसे प्रतिष्ठित जमींदार थे. लाखों रुपयों का व्यापार था. എഴുതിയോ? എഴുതി മിസ്. ഇനി അടുത്ത് നോക്കിക്കോ. अगले दिन यह खबर हर तरफ फैल गई. അന്നേരം അടുത്ത ദിവസം തന്നെ ഈ ഒരു
അടുത്ത ദിവസം തന്നെ ഈ ഒരു ഖബർ ന്യൂസ് ഹർ തരഫ് ഫैल गई, എല്ലായിടവും അങ്ങ് സ്പ്രെഡായി. पंडित अलोपदीन के हाथों में हथकड़ियां डालकर अदालत में लाया. അങ്ങനെ പണ്ഡിറ്റ് അലോപദീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര പേര് കേട്ട വലിയ ജമീന്ദാറായിട്ടുള്ള ഒരാളായിരുന്നു. എല്ലാവർക്കും പൈസ കൊടുക്കുകയും അതുപോലെ തന്നെ വാങ്ങുകയും ചെയ്യുന്ന എല്ലാം വലിയ വലിയ ഓഫീസേഴ്സ് അവരുടെ വീട്ടിൽ വരുന്ന ഒരു ആളായിരുന്നു പണ്ഡിറ്റ് അലോപദീൻ. പക്ഷേ പണ്ഡിറ്റ് അലോപദീനെ ഇപ്പൊ ആരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? വൻഷിധർ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് അയാളുടെ കയ്യില് വിലങ്ങ് വെച്ചിട്ട് അയാളെ കോർട്ടിലേക്ക് കൊണ്ടുവന്നു. हृदय में ग्लानि और शोक और लज्जा से उनका गर्दन झुकी हुई थी. അയാളുടെ മനസ്സിൽ വെറുപ്പും ദേഷ്യവും അതുപോലെ തന്നെ നാണക്കേട് കൊണ്ട് അയാളുടെ കഴുത്ത് കുനിഞ്ഞിരുന്നു. സഭി ലോക് ചകിത് थे. അവിടെ ഉള്ളവരെല്ലാം എന്തോ അതിശയത്തിലായിരുന്നു. ഈ പണ്ഡിറ്റ് ജി കാനൂൻ കി പക്കറ്റ് മേ कैसे आ गए? ഇത്രയും വലിയ പണ്ഡിറ്റ് ജി ഇഷ്ടം പോലെ പൈസ ഉണ്ടായേക്ക, അയാൾ എങ്ങനെയാണ് ഈ കാനൂന്റെ ഇതില് പെട്ടത്? അയാൾ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? സാരെ വക്കീൽ ഓർ ഗവാഹ് പണ്ഡിറ്റ് ജി കെ പക്ഷ് മേ थे. എല്ലാ വക്കീലന്മാരും എല്ലാ വിറ്റ്നസ്സും ആരുടെ സൈഡായിരുന്നു? പണ്ഡിറ്റ് ജിയുടെ സൈഡ്. എന്ന് വെച്ചാൽ അയാൾ എല്ലാരെയും പൈസ കൊടുത്ത് വിലക്കെടുത്തിരുന്നു. വൻഷീധർ കെ പാസ് കേവൽ സത്യ കാ ബൽ था. വൻഷീധറിന്റെ കയ്യിലും എന്ത് മാത്രമേ ഉണ്ടായിരുന്ന? സത്യത്തിന്റെ ബലം മാത്രമേ ഉണ്ടായിരുന്നു. മറ്റേ പണ്ഡിത്തിന്റെ കയ്യില് ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കാനൂൺ പോലും അയാളുടെ കയ്യിലായിരുന്നു. അതുപോലെ വക്കീലും എല്ലാ വിറ്റ്നസ്സും ആരെ സപ്പോർട്ട് ചെയ്തു? പണ്ഡിത്തിനെ സപ്പോർട്ട് ചെയ്തു. ന്യായ കി അദാലത്ത് മേ പക്ഷപാത് ചൽ രഹാ था. അന്നേരം ന്യായത്തിന്റെ ആ കോർട്ടില് രണ്ടുപേരും തമ്മില് പക്ഷപാത്ത് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങള് നടന്നു. മുക്തമാ തുരന്ത് സമാപ്ത് ഹോ ഗയ. പക്ഷെ ആ കേസ് പെട്ടെന്ന് തന്നെ തീർന്നു. पंडित अलोपदीन को सबूत के अभाव में रिहा कर दिया गया. പണ്ഡിറ്റ് അലോപദീന് ഒരു പ്രൂഫും ഇല്ലായിരുന്നു, അത് കാരണം പ്രൂഫ് ഇല്ലാത്ത കാരണം അയാളെ എന്തോ ചെയ്ത് വെറുതെ വിട്ടു. റിഹാ കർണ എന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടു. वंशीधर के उद्दंडता और विचारहीनता के बर्ताव पर अदालत ने दुख जगाया, जिसके कारण एक अच्छे व्यक्ति को कष्ट झेलना पड़ा. വൻഷീധർ സത്യസന്ധനായാൽ പോലും അവിടെ പൈസ കാരണം മറ്റേയാള് ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. അയാൾക്ക് എന്തോ വെറുതെ അയാളെ വിടുകയും ചെയ്തു. എന്നിട്ട് കോർട്ട് ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? വൻഷീധരനെയാണ് കുറ്റപ്പെടുന്നത്. എന്തിനു വേണ്ടി? അയാളുടെ ഉദ്ദണ്ഡത എന്ന് വെച്ചാൽ ശാഠ്യമായിട്ടുള്ള രീതി, അതുപോലെ തന്നെ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന ആ സ്വഭാവത്തെ കോർട്ട് ക്രിട്ടിസൈസ് ചെയ്ത്. അതുപോലെ തന്നെ കോർട്ട് പറഞ്ഞ് ഇത്രയും നല്ല ഒരു വ്യക്തിക്ക് ഈ ആളെ കാരണം ഒരുപാട് ദുഃഖങ്ങള് സഹിക്കേണ്ടി വന്നു. ഭവിഷ്യമേ ഉസെ അധിക ഹോഷിയാർ രഹനെ. അതുപോലെ തന്നെ ഭാവിയില് കുറച്ചുകൂടെ അലേർട്ടായിട്ട് നിൽക്കാനായിട്ട് കോർട്ട് അഡ്വൈസും കൊടുത്തു. പണ്ഡിറ്റ് അലോപദീൻ മുസ്കുരാത്തെ ഹുए बाहर. പണ്ഡിറ്റ് അലോപദീൻ റിയാ ആയി എന്ന് വെച്ചാൽ മുക്തനായിട്ട് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ബാണ്ടെ. അങ്ങനെ വക്കീലന്മാർക്കും വിറ്റ്നസിനും അവിടെ നിന്ന് ആ ജഡ്ജിനും എല്ലാവർക്കും അയാൾ പൈസ വാരിക്കോരിത്തു. വൻഷീധർക്കു വെങ്കി ബാണോ സേനാപ്പട. അവിടെ നിന്ന് ആൾക്കാരെല്ലാം ആരെ കളിയാക്കി? വൻഷീധറിനെ കളിയാക്കി. അത് അയാള് സഹിക്കേണ്ടി വന്നു. ഏക് സപ്താഹ് അന്തർ കർത്തവ്യനിഷ്ഠ കാ ദണ്ഡ് മില. ഒരു ആഴ്ച കൊണ്ട് തന്നെ അയാൾ ചെയ്ത് ആ കർത്തവ്യത കാരണം അയാൾക്ക് എന്താണ് കിട്ടിയത്? ആ കർത്തവ്യബോധം കൂടുതലുള്ള കാരണം അയാൾക്ക് പണിഷ്മെന്റ് കിട്ടി. और नौकरी से हटा दिया. ജോലിയിൽ അയാളെ മാറ്റുകയും ചെയ്തു. അയാൾ സത്യസന്ധനായിരുന്നു ഇല്ലേ? അയാളുടെ കർത്തവ്യനിഷ്ഠായിരുന്നു. പക്ഷേ മറ്റേയാൾക്ക് ഫിനാൻഷ്യലി അയാൾ ഭയങ്കര ഉയർന്ന ആളായ കാരണം ഇയാളുടെ സത്യസന്ധത അതിന്റെ മുമ്പിൽ തോറ്റുപോയി. അങ്ങനെ അയാളെ ഒരാഴ്ച കൊണ്ട് അയാളുടെ ജോലിയിൽ നിന്ന് അയാളെ പുറത്താക്കുകയും ചെയ്തു. മനസ്സിലായോ? മനസ്സിലായി മിസ്. അന്നേരം ക്വസ്റ്റ്യൻ എഴുതിക്കോ. पंडित अलोपदीन के हाथों में पंडित अलोपदीन के हाथों में हथकड़ियां डालकर
अदालत में आए, अदालत में आए, तब उसकी स्थिति कैसी थी, तब उसकी स्थिति कैसी थी। आंसर है हृदय में ग्लानि, शोभ और लज्जा से उनका गर्दन झुकी हुई थी। அடுத்த क्वेश्चन, पंडित अलोपदीन कैसे रिहा हो गए, पंडित अलोपदीन कैसे रिहा हो गए। आंसर ഇവിടെ പോലെ എഴുതണം, पंडित जी कानून की पकड़ में, अल्लाह सारे वकील और गवाह पंडित जी के पक्ष में थे। वंशीधर के पास केवल सत्य का बल था। न्याय की अदालत में पक्षपात चलता रहा। मुकदमा तुरंत समाप्त हो गया। पंडित अलोपदीन को सबूत के अभाव में रिहा कर दिया गया। മനസ്സിലായോ? മനസ്സിലായി മിസ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. पंडित अलोपदीन अല്ല, मुंशी वंशीधर को नौकरी से क्यों हटा दिया गया? मुंशी वंशीधर को नौकरी से क्यों हटा दिया गया? राइट आंसर इधर, वंशीधर के उद्दंडता और विचारहीनता के बर्ताव पर अदालत ने दुख जताया, जिसके कारण एक अच्छे व्यक्ति को कष्ट झेलना पड़ा। पंडित अलोप പിന്നെ ഇതിനകത്തൊന്നും കൂടെ എഴുതണം. ഈ ഒരു പാരഗ്രാഫിനകത്ത് ഷോർട്ടായിട്ട് എഴുതണം. पंडित अलोपदीन इलाके के सबसे प्रतिष्ठित जमींदार थे. पंडित अलोपदीन इलाके के सबसे प्रतिष्ठित जमींदार थे. लाखों रुपयों का व्यापार था. उनके गाड़ियों में नमक के ढेले के बोरे थे. नमक के ढेले के बोरे थे. उन गाड़ियों को उसने रोक दिया. उन गाड़ियों को उसने रोक दिया. पंडित जी ने वंशीधर को रिश्वत देकर गाड़ियों को छोड़ने को कहा, परंतु वंशीधर अपने कर्तव्य पर अडिग रहे और पंडित जी को गिरफ्तार करने का हुक्म दे दिया. അത്ര എഴുതി കഴിഞ്ഞിട്ട് പണ്ഡിറ്റ് ജി ഇങ്ങനെ ഇത് എഴുതണം. അത് നിങ്ങൾ ബുക്കിനകത്തൊന്ന് എഴുതിക്കോ. पंडित जी वकील गवाह सबको पैसे से अपने पक्ष में कर लिया था. पैसे से अपने पक्ष में कर लिया था. वंशीधर के पास केवल सत्य का ही बल था. वंशीधर के पास केवल सत्य का ही बल था. लेकिन पैसे के आगे वंशीधर के कर्तव्य निष्ठा को दंड मिला.
कर्तव्य निष्ठा को दंड मिला और नौकरी से हटा दिया गया. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ആ, ഇതിനകത്ത് ആർക്കെങ്കിലും എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിനെ റെക്കോർഡ് ചെയ്ത് കേട്ടാൽ മതി. അത് റെക്കോർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ മിസ്. देखो, पराजित हृदय शोक और खेद से व्यथित अपने घर की ओर चल पड़े. അങ്ങനെ തോറ്റ് ആ വിഷമത്തോടുകൂടി വേദനയോടുകൂടി സ്വന്തം വീട്ടിലേക്ക് പോയി. घर पहुंचे तो पिताजी ने कड़वी बातें सुनाई. വീട്ടിലെത്തിയപ്പോ അച്ഛൻ ആദ്യം തന്നെ എന്തോ പറഞ്ഞു വിട്ട് ഉപദേശിച്ച്, അവിടെ ചെന്ന് നീ ഇഷ്ടം പോലെ കൈക്കൂലിയൊക്കെ വാങ്ങിച്ചു വേണം നീ എന്തോ ജോലി ചെയ്യാനായിട്ട്. പക്ഷെ അച്ഛൻ പറഞ്ഞതിന്റെ എതിരായിട്ട് മകൻ ചെയ്ത് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അച്ഛൻ മകനെ ഒരുപാട് ചീത്ത വിളിച്ചു. വൃദ്ധ മാതാ കൊടി ദുഃഖം, അന്നേരം വയസ്സായ അമ്മയ്ക്കും ദുഃഖമുണ്ടായി. പത്നി ने कई दिनों तक सीधे मुंह तक बात नहीं की. ഭാര്യയാണെങ്കിൽ ഒരുപാട് ദിവസം വരെ നേരെ മുഖം നോക്കി സംസാരിച്ചത് പോലും ഇല്ല. ഏക് സപ്താഹ ബീത് ഗയ, അങ്ങനെ ഒരാഴ്ച വരെ ഈ ഒരു റൂട്ടീൻ നടന്നു. സന്ധ്യ കാ സമയ, സന്ധ്യ സമയമായി. വൻഷീധർ के पिता राम नाम की माला जप रहे. സന്ധ്യാസമയത്ത് വൻഷീധറിന്റെ അച്ഛൻ രാം നാമം ജപിക്കുമായിരുന്നു. तभी वहां एक सजा हुआ एक रथ आकर रुका. അന്നേരം ആ മുറ്റത്ത് ഒരു നല്ല അലങ്കരിച്ച ഒരു രഥം വന്നവിടെ നിന്നു. പിതാനെ ദേഖ പണ്ഡിറ്റ് അലോപിദീൻ. അച്ഛൻ നോക്കിയപ്പോ അതിനകത്ത് ആരായിരുന്നു? പണ്ഡിറ്റ് അലോപിദീനായിരുന്നു. ഝുക്കർ പുനെ ദണ്ഡവത് കിയ. ഝുക്കറിനെ തന്നെ വെച്ചാൽ കുനിഞ്ഞ് അയാളെ സ്വീകരിച്ചു. और चापलूसी भरे बातें करने. ചാപ്ലൂസി വെച്ച് സോപ്പിട്ടുള്ള സംസാരങ്ങള് സംസാരിക്കാൻ തുടങ്ങി. സാധ്യ അപ്നെ ബേട്ടേക്കോ കോസായി. അതിന്റെ കൂടെ തന്നെ സ്വന്തം മകനെ എന്തുവാ കോസ്ന എന്ന് പറഞ്ഞാൽ എന്തുവാ വഴക്ക് പറയുകയും ചെയ്തു. पंडित जी ने बताया कि उन्होंने कई रईसों और अधिकारियों को देखा और सबको अपने धन बल का गुलाम बना. പണ്ഡിറ്റ് ജി ആ അച്ഛൻ്റെ അടുത്ത് അവരടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? ഞാൻ ഒരുപാട് റേസ് വെച്ചാൽ ഒരുപാട് പണക്കാരെയും അതുപോലെ തന്നെ ഓഫീസേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയെല്ലാം ഞാൻ എന്റെ ധനത്തിന്റെ ബലത്തിൽ എന്തോ ആക്കിയിട്ടുണ്ട്? എന്റെ ഗുലാം ആക്കിയിട്ടുണ്ട്, എന്റെ സ്ലേവ്സ് ആക്കിയിട്ടുണ്ട്. ऐसा पहली बार हुआ जब कोई व्यक्ति ने अपनी कर्तव्य निष्ठा द्वारा ने हराया. ഇത് ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഒരു വ്യക്തി സ്വന്തം कर्तव्यनिष्ठ കൊണ്ട് എന്നെ തോൽപ്പിച്ചത്. वंशीधर ने जब पंडित जी को देखा तो स्वाभिमान सहित उनका सत्कार किया. വംശീധരൻ പണ്ഡിറ്റ് ജിയെ കണ്ടപ്പം അയാളെ എന്തോ ആദരത്തോടു കൂടി തന്നെ സൽക്കരിച്ചു. ഉനെ ലഗാക്കി പണ്ഡിറ്റ് ജി ഉനെ ലജ്ജിത് കർണയായി. അയാൾക്ക് തോന്നിച്ച പണ്ഡിറ്റ് ജി അയാളെ നാണം കെടുത്താനാണ് ഇവിടേക്ക് വന്നത്. परंतु पंडित जी की बातें सुनकर के मन का मैल मिट गया. പക്ഷെ അയാളുടെ മനസ്സിൽ ആ പണ്ഡിറ്റ് ജിയുടെ ആ സംസാരം കേട്ടപ്പോഴത്തേക്ക് അയാളുടെ മനസ്സിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാഞ്ഞു. और पंडित जी की बातों को की उदारता बताया. പണ്ഡിറ്റ് ജിയുടെ ആ സംസാരം അയാളുടെ ആ വലിയ മനസ്സാണെന്ന് പറഞ്ഞു. उन्होंने पंडित जी को कहा कि उनका जो हुक्म होगा वे करने को तैयार है. അങ്ങനെ പണ്ഡിറ്റ് ജിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. इस बात पर पंडित जी ने स्टाम्प लगा हुआ एक पत्र निकाला. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് പണ്ഡിറ്റ് ജി ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു പത്രം കാണിച്ചു. और उसे प्रार्थना स्वीकार करने को. എന്നിട്ട് അയാളുടെ അടുത്ത് എന്തോ പറഞ്ഞ് ഇത് സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. वंशीधर ने जब कागज पढ़ा तो उसमें पंडित जी ने वंशीधर को अपनी सारी जायदाद का स्थायी मैनेजर नियुक्त किया था. ആ പത്രത്തിൽ എന്തോ ആയിരുന്നു? ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ആയിരുന്നു. എന്തോ അപ്പോയിന്റ്മെന്റ് ഓർഡർ? വൻഷീധറിനെ അയാളുടെ കംപ്ലീറ്റ് പ്രോപ്പർട്ടിയുടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു മാനേജറായിട്ടാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. കൃതജ്ഞത സെ വൻഷീധർ കി ആँखों में आंसू आए. അന്നേരം ആ കൃതജ്ഞത കൊണ്ട് അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് വന്നു. और उन्होंने कहा कि
വേ ഇസ് പദ് के योग्य नहीं. ഇതൊരു പദവിക്ക് എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞു. ഇസ് पर पंडित जी ने मुस्कुराते हुए कहा. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് പണ്ഡിറ്റ് ചിരിച്ചോണ്ട് പറഞ്ഞു, ഉന്നെ അയോഗ്യ വ്യക്തി ഹി ചാഹിയെ. എനിക്ക് നിന്നെ പോലുള്ള അയോഗ്യനായിട്ടുള്ള വ്യക്തി തന്നെ മതി. വൻഷീധർ ने कहा कि उनमें इतनी बुद्धि नहीं कि वह यह कार्य कर सके. വൻഷീധർ പറഞ്ഞത് അയാൾക്ക് ഇത്രയും ബുദ്ധിയില്ല, ഈ ഒരു ജോലി ചെയ്യാനുള്ള ബുദ്ധിയില്ല. पंडित जी ने वंशीधर को कलम देते हुए कहा कि उन्हें विद्यावान नहीं चाहिए बल्कि धर्मनिष्ठ व्यक्ति चाहिए. ഉടനെ തന്നെ ആ പണ്ഡിത് പറഞ്ഞു വൻഷീധറിന്റെ അടുത്ത് കലം കൊടുത്തിട്ട്, എന്ന് വെച്ചാൽ അതിനകത്ത് ഒപ്പിടാൻ വേണ്ടി അയാൾ പേന കൊടുത്തിട്ട് പറയാ, എനിക്ക് വലിയ എന്തോ വിദ്വാനോ സ്കോളേഴ്സോ വലിയ പഠിത്തമുള്ളവരോ വിവരമുള്ളവരോ ഒന്നും വേണ്ട, പിന്നെന്താണ് എനിക്ക് വേണ്ടുന്ന ഒരു ധർമ്മനിഷ്ഠായിട്ടുള്ള വ്യക്തി മതി. എന്ന് വെച്ചാൽ സ്വന്തം കർത്തവ്യം പാലിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് കിട്ടിയാൽ മതി. वंशीधर ने कांपते हुए मैनेजरी कागज पर दस्तखत कर दिए. അങ്ങനെ വൻഷീധർ വരച്ചുകൊണ്ടിരിക്കുന്ന കൈ കൊണ്ട് ആ മാനേജറിയുടെ ആ കടലാസില് സിഗ്നേച്ചർ ചെയ്തു. പണ്ഡിറ്റ് അലോപദീനെ വൻഷീധർ को खुशी से गले लगाई. അങ്ങനെ അലോപദീൻ സന്തോഷത്തോടെ വൻഷീധറിനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെയാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി മിസ്. ക്വസ്റ്റ്യൻ എഴുതിക്കോ. क्वेश्चन एदिको. पराजित हृदय लेकर वंशीधर अपने घर पहुंचने पर घर वालों बर्ताव कैसा था. आंसर आना. पिताजी ने कड़वी बातें सुनाई. वृद्धा माता को भी दुख हुआ. पत्नी ने कई दिनों तक सीधे मुंह तक बात नहीं की. മനസ്സിലായോ? മനസ്സിലായി മിസ്. അടുത്ത ക്വസ്റ്റ്യൻ. पंडित अलोपदीन वंशीधर के घर क्यों आए. पंडित अलोपदीन वंशीधर के घर क्यों आए. അതിന്റെ ആൻസർ ആണ് क्योंकि उन्हें विद्वान नहीं चाहिए बल्कि धर्मनिष्ठ व्यक्ति चाहिए था. धर्मनिष्ठ व्यक्ति चाहिए था जो उनकी सारी जायदाद का स्थायी मैनेजर बने. എഴുതിയോ അത്രേ? ഇപ്പൊ പുതിയതായിട്ട് ഷെയർ ചെയ്യുന്ന കാണോ?
കാണാവോ? കാണാൻ പറ്റുന്നുണ്ട് മിസ്. പറ്റുന്നില്ലേ? പുതിയതായിട്ട് ഇപ്പൊ ഷെയർ ചെയ്ത് ഞാൻ. ഇല്ല മിസ്. ഇപ്പോഴോ? ഇപ്പൊ കാണാം മിസ്. കാണാം മിസ്. അതിനകത്ത് കുറച്ച് क्वेश्चंस ഉണ്ട്, നോക്കിയോ. कहानी का कौन सा पात्र आपको सर्वाधिक प्रभावित करता है? कहानी का नायक दरोगा वंशीधर हमें सर्वाधिक प्रभावित करता है, जो ईमानदार, आज्ञाकारी, धर्मनिष्ठ तथा कर्मयोगी जैसे गुणों से युक्त एक दरोगा है। वह एक भ्रष्ट समाज में रहता है जहां उसके पिता भी बेईमानी की सीख देते हैं। कहानी का एक पात्र पंडित अलोकुद्दीन दरोगों को खरीदने में असफल रहता है तथा नौकरी से निकाल देता है, लेकिन उसकी ईमानदारी के आगे पंडित को भी आखिरकार झुकना पड़ता है। इस प्रकार दरोगा वंशीधर समाज के सामने अपमानित होने के डर से झूठ के सामने कमजोर नहीं पड़ता है। അടുത്തത് नमक का दरोगा। कहानी में पंडित अलोकुद्दीन के व्यक्तित्व के कौन से दो पहलू उभर कर आते हैं? पंडित अलोकुद्दीन इस इलाके का प्रतिष्ठित जमींदार है। कहानी में इस व्यक्तित्व के दो पहलू उभर कर आते हैं। ഒന്നാമത്തത്, पहला पक्ष निंदनीय ही है जब वह दरोगा को रिश्वत देने की कोशिश करता है, जिससे उसके भ्रष्ट व्यक्तित्व का पता चलता है. ആദ്യത്തെ എന്താണ്? നിന്ദനീയമായിട്ടുള്ള ക്യാരക്ടറാണ്. എന്തെന്ന് വെച്ചാൽ ദരോഗയ്ക്ക് അയാള് എന്ത് കൊടുക്കാൻ ശ്രമിക്കുന്നത്? റിഷ്വത്ത് കൊടുക്കാൻ, എന്ന് വെച്ചാൽ പൈസ കൊടുക്കാൻ ശ്രമിക്കുന്നു. अन्दर अयाले भ्रष्ट व्यक्तित्व का पता चलता है. वह आरोपों से मुक्त होने के लिए कई छल प्रपंचों का सहारा ले. അതുപോലെ തന്നെ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് കള്ളത്തരങ്ങളെല്ലാം കാണിക്കുന്നു. അയാളുടെ പൈസ എല്ലാവർക്കും എറിഞ്ഞ് കൊടുക്കുന്നു. जिससे उसके चालाक व्यक्तित्व का भी पता चलता है. രണ്ടാമത്തെ പക്ഷം എന്ന് പറഞ്ഞാൽ പ്രശംസനീയമായിട്ടുള്ള പക്ഷമാണുള്ളത്. जब पंडित आलोकुद्दीन को दरोगा की नौकरी से निकलवा देने पर पछतावा होता है और तो वापस उनसे अपनी सारी जायदाद की स्थायी मैनेजर बनने की विनती करता है. उसकी आंखों से सद्भावना झलकती है. രണ്ട് പക്ഷവും കാണിക്കുന്നുണ്ട്. ഒന്ന് നിന്ദനീയമായിട്ട്, രണ്ടാമത്തത് പ്രശംസനീയമായിട്ടുള്ളത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി മിസ്. അടുത്തത്, कहानी के लगभग सभी पात्र समाज का किसी न किसी सच्चाई को उजागर करते हैं. निम्नलिखित पात्रों के संदर्भ में पाठ के उस अंश को उद्धृत करते हुए बताइए कि वह समाज की किस सच्चाई को उजागर करते हैं. वृद्ध मुंशी. वृद्धि मुंशी പറയുന്നുണ്ട്, എന്താ പറയുക, नौकरी में ओहदे की ओर ध्यान देना, यह तो पीठ की मजाक है, निगाह चढ़ान पे और चादर पर रखनी चाहिए. अच्छा എന്തുവാ? नौकरी में होयदे की ओर, होयदे പൊസിഷനിൽ ശ്രദ്ധിക്കണം. ये तो पीठ की मजार എന്ന് വെച്ചാൽ ഇപ്പം പൊസിഷൻ കിട്ടുന്നത് ഇതെല്ലാം ഈശ്വരന്റെ കയ്യിലിരിക്കുകയാണ്. നിഗാഹ് എപ്പോഴും എവിടെ ആയിരിക്കണം? നമ്മുടെ എപ്പോഴും ജോലി കിട്ടിക്കഴിഞ്ഞാൽ हमारी नजर किस पे होना चाहिए? चढ़ावे और चादर पर रखनी चाहिए. എന്ന് വെച്ചാൽ എന്താ? ചടാവ എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി നമ്മള് നേർച്ചയായിട്ട് കൊടുക്കത്തില്ല, അതിനാണ് ചടാവ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൾക്കാർ കൊണ്ടുവരുന്ന പൈസ, എത്ര പൈസ തരുന്നെന്നുള്ളത്, ആ ബ്രൈബായിട്ട് എത്ര പൈസ കിട്ടുന്ന അതിൽ വേണം നോക്കാനായിട്ട്. ऐसा काम ढूंढना जहाँ कुछ ऊपरी आयो. അങ്ങനെ അങ്ങനത്തെ ഉള്ള ജോലി മാത്രമേ തേടാവൂ. അതില് എന്തോ ആ കറപ്ഷൻ ഉള്ള ജോലി മാത്രമേ തേടാവൂ. മാസിക് വേതൻ तो पूर्ण मासिक का चांद. അങ്ങനെ അയാൾ പറഞ്ഞു കൊടുക്കുന്ന എന്തുവാ? മാസിക് വേതൻ, മന്ത്ലി കിട്ടുന്ന ആ ഒരു സാലറി എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണ മാസം, ഫുൾ മൂണിനെ പോലെയാണ്. जो एक दिन दिखाई देता है और घटते घटते लुप्त हो जाता. ഒരു ദിവസം മാത്രം, ഫുൾ മൂൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസമല്ലേ കാണാൻ പറ്റും. പിന്നെ ഓരോ ദിവസവും എന്തോ അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ലാസ്റ്റിൽ അത് ഇല്ലാതാകും. കാരണം അത് ഫുൾ മൂണിനെ പോലാണ് മാസിക് വേതൻ. അതുകൊണ്ട് അത് ഉള്ളത് മാത്രമായിട്ടുള്ള ജോലി നീ കണ്ടെത്തരുത്.
उद्धरण में वृद्ध पिता समाज में व्याप्त भ्रष्टाचार की गहराई को व्यक्त करता है। घर का आर्थिक दशा इतनी दयनीय है कि वे अपनी बेटी को रिश्वतखोरी का मार्ग अपनाने की सीख അതിന്റെ കാരണം വേറെ ഒന്നുമുണ്ട്. അവരുടെ വീട്ടിലെ ഫിനാൻഷ്യൽ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടിയാണ് മകന്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തത്. वे उसे नौकरी ढूंढने जाने से पहले ऊपरी आमदनी के फायदे समझा. അയാളൊരു നല്ല ജോലി കണ്ടെത്താൻ പറയുന്നതിന് പകരം എന്താ പറയുന്നത്, നല്ല കൈക്കൂലി കിട്ടുന്ന സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. രണ്ടാമത്തെ വക്കീൽ. वकीलों ने फैसला सुना और उछल पड़े. इस कहानी में वकील पंडित अलोकुद्दीन के आज्ञा पालक तथा गुलाम थे. വക്കീലന്മാര് പൈസ മേടിച്ച് എല്ലാ കള്ളത്തരങ്ങളും കാണിച്ച് ആ കേസിൽ നിന്നും പണ്ഡിത്തിനെ മുക്തനാക്കും. അന്നേരം ജഡ്ജ് ആ എന്താ പറയുന്ന അദാലത്തിൽ ലാസ്റ്റിൽ പറയുന്ന കേൾക്കുമ്പം വക്കീലന്മാരെല്ലാം സന്തോഷത്തോടുകൂടി ചാടുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരെല്ലാം അലോക്കുദ്ദീന്റെ ആജ്ഞാപാലക്കും അതുപോലെ തന്നെ ഗുലാമായ കാരണമാണ്. ന്യായിക് വ്യവസ്ഥമേ വ്യാപ്ത ഭ്രഷ്ടാചാർ की झलक. അതിനകത്ത് എന്താണ് കാണിക്കുന്നത്, നമ്മൾ ന്യായ വ്യവസ്ഥയിൽ പോലും എന്താണെന്നാ പറയുന്നത്, അതിനകത്തും ഭ്രഷ്ട കറപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ സൂചിപ്പിക്കുന്ന ഒരു കഥയും കൂടിയാണ് നമക്ക തരുക. ഇനി അടുത്തത് ഷഹർ की भीड़. जिसे देखिए वहां पंडित जी के इस व्यवहार को पर टीका टिप्पणी कर रहे. എവിടെ നോക്കിയാലും ആ ഭീഡ് എന്ന് വെച്ചാൽ അവിടുത്തെ ആ സമൂഹമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ പണ്ഡിറ്റ് അലോക്കുദ്ദീനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പം അവിടെ ഉള്ളവരെല്ലാം ആരെ കുറിച്ചാണ് അത് സംസാരിക്കുന്നത്, അലോക്കുദ്ദീൻ. അലോക്കുദ്ദീനാണ് അവിടുത്തെ ചർച്ചാ വിഷയം. നിന്ദാക്കി ബൗച്ചാരെ ഹോ രഹി. എല്ലാരും ആ സമയത്ത് അയാളെ നിന്ദിക്കുന്നുണ്ടായിരുന്നു. മാനോ സെൻസാസ്യ പാപ്പി കാ പാപ് കടി. എല്ലാരും പറയുന്നത് അവന് കിട്ടണം, അവൻ ഇത്രയും പാപങ്ങളെല്ലാം ചെയ്തില്ല, അതുകൊണ്ടായിരിക്കും അതിന് ഫലം കിട്ടിയെന്നാണ് ഇപ്പൊ സമൂഹം അയാളെ പറ്റി പറയുന്നത്. പാനി കെ ദൂത് കെ നാം സെ ബേച്ച്നെ വാല ഗ്വാല. അയാളെ പറ്റി പറയുന്നത് അന്നേരം നേരെ അയാള് ആ പൊസിഷനിൽ ഇരിക്കുമ്പോ ആ ഇലാഖയിൽ ജമീന്ദാറായിട്ട് ഇരിക്കുമ്പോ ആർക്കും ഇത് പറയാനുള്ള ഒരു ധൈര്യമില്ലായിരുന്നു. പക്ഷെ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പം ആൾക്കാർ അയാളെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. അയാൾ എന്തോ പറയുന്നത്, പാപ്പി കാ പാപ് കട്ടിയാണ്. ആ പാപം ചെയ്യുന്നതിന്റെ പാപമെല്ലാം ഇല്ലാതെ. അയാൾ എന്തെല്ലാം പാപങ്ങളാണ് ചെയ്യുന്നത്, പാലിനകത്ത് വെള്ളം ചേർത്ത് വിൽക്കുന്ന ആള്, കൽപ്പിത് റോസ്നാമച്ചെ ഭട്ടനെ വാല അധികാരി. അതുപോലെ തന്നെ ഓരോ രജിസ്റ്റർ വെച്ചിട്ട് അതിനകത്ത് വരാത്തവരെ പോലും പ്രസന്റും വരുന്നവരെ പ്രസന്റും ആക്കാത്ത രീതിയിലുള്ള രജിസ്റ്റർ വെച്ചുള്ള ഓരോ കള്ളത്തരങ്ങൾ കാണിക്കുക. ട്രെയിൻ മേ ബിനാ ടിക്കറ്റ് സഫർ കർനെ വാല ബാബു. അതുപോലെ തന്നെ ട്രെയിനിലൊക്കെ ഇവരെന്തോ ചെയ്യും, ടിക്കറ്റ് പോലും ഇല്ലാതാണ് ട്രാവൽ ചെയ്യുന്നത്. ജാലി ദസ്താവേജ് ബനാനെ വാല സേട്ട്. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഓരോ ഡോക്യുമെന്റ്സ് കള്ളത്തരം ആയിട്ട് ഉണ്ടാക്കുന്ന ഈ സേഠന്മാർ, അതുപോലെ സാഹുക്കാരന്മാർ. സബ്കെ സബ് ദേവതാओं की बात गर्दन चलावे. ഇതെല്ലാം വലിയ ഈശ്വരനെ പോലായിരുന്നു നമ്മളെല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത്. प्रस्तुत उद्धरण से पता चलता है कि सबके सब भ्रष्टाचार में लिप्त हैं, लेकिन तमाशा देखने के लिए आतुर रहते हैं. और എല്ലാരും ഭ്രഷ്ടാചാറില് ആയിട്ടുള്ളവരാണ്. എല്ലാരും തമാശ കണ്ടുകൊണ്ടിരിക്കുന്നു. पंडित अलोकुद्दीन के गिरफ्तार होने पर शहर की भी टीका टिप्पणी करने के पीछे नहीं रहती, वे स्वयं गलत हैं. इससे समाज की संवेदनहीनता का पता चलता है. അടുത്തത് निम्न पंक्तियों को ध्यान से पढ़िए. नौकरी के ओहदे की और ध्यान मत देना, यह तो पीर का मजार है. निगाह चढ़ावे और चादर पर रखनी चाहिए. ऐसा काम ढूंढना जहां कुछ ऊपरी आय हो. मासिक वेतन तो पूर्णमासी का चांद है जो एक दिन दिखाई देता है और घटते घटते लुप्त हो जाता. ऊपरी आय बहता हुआ स्रोत. ഊപ്പറി ആയി വെച്ചാൽ എന്താ, കൈക്കൂലി എന്ന് പറയുന്നത് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്രോതാണ്. ജിസ്മെ സദൈ പ്യാസ് ബുസി. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ദാഹം തീർന്നുകൊണ്ടേയിരിക്കും. വേതൻ മനുഷ്യ ദേത്താ ഹെ. സാലറി എന്ന് പറയുന്നത് മനുഷ്യനാണ് നമുക്ക് തരുന്നത്. ഇസിസെ ഇസ്മെ വൃത്തി. അതുകൊണ്ടാണ് നമുക്ക് വൃത്തിയൊന്നും വെച്ചാൽ നമുക്ക് മേന്മയൊന്നും ഉണ്ടാകാത്തത്. ഊപ്പറി ആംദനി ഈശ്വർ ദേത്താ ഹെ. നമ്മുടെ കൈക്കൂലി എന്ന് പറയുന്നത് ആര് തരുന്നതാണ്, ഈശ്വരൻ നമുക്ക് തരുന്നതാണ്.
इसी से उसकी बरकत होती. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പൈസ കൂടുന്നത്. തും സ്വയം വിദ്വാൻ ഹോ തുമേ ക്യാ സമझाऊं. ഇത് തന്നെ വലിയ സ്കോളർ. അതുകൊണ്ട് നിങ്ങൾക്ക് നിന്റെ അടുത്ത് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. കിസ്കി ഉക്തി ഹെ, ഇതാരാണ് പറഞ്ഞത്? വൃദ്ധ പിത പറഞ്ഞാണ്. मासिक वेतन को पूर्णमासी का चांद क्यों कहा? जिस प्रकार पूर्णमासी का चांद धीरे धीरे घटता जाता है, उसी प्रकार मासिक वेतन महीने के पहले दिन मिलता है तथा जरूरतों को पूरा करते करते कम हो जाता है. ഇല്ലേ, നമ്മൾ മാസം ഈ ഗവൺമെന്റ് സെർവൻസിന് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരിക്കലാണ് ശമ്പളം കിട്ടുന്നത്. ആ ശമ്പളം കിട്ടുന്ന ദിവസമായിരിക്കും അവരുടെ കയ്യിൽ എപ്പോഴും ആ ഫുൾ പൈസ ഉണ്ടാവുന്നത്. പക്ഷെ ഓരോ ദിവസവും ഓരോന്ന് ചിലവാക്കി അവസാനം മാസത്തിന്റെ അവസാന ദിവസം ആകുമ്പോൾ കയ്യിൽ പൈസ ഒന്നും കാണില്ല. അതിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. पहले दिन मिलता है तथा जरूरतों को पूरा पूरा करते करते कम होता जाता है. പൂർണ്ണമാസി का चांद कैसा है? പൂർണ്ണമാസി ഫുൾ മൂൺ ഒരു ദിവസമാണ് ഫുൾ ആയിട്ട് എടുക്കുന്നത്. പിന്നെ അത് പയ്യെ പയ്യെ കൊണ്ട് ലാസ്റ്റ് 30 ദിവസം ആകുമ്പോൾ ഇല്ലാതാകും. അടുത്തത് ക്യാ ആപ് ഏക് പിതാ കെ ഇസ് വക്തവ്യ സെ സഹമത് ഹൈ? അതായത് ഞാൻ അച്ഛൻ പറയുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. नहीं, मैं एक पिता के इस वक्तव्य से असहमत हूँ. ऊपरी आय या रिश्वत लेना गलत बात है. जितनी खुशी ईमानदारी से नौकरी करने में मिलती है, उतनी खुशी अधिक पाने की लालसा के ऊपरी आसानी से नहीं. അത് ഓരോരുത്തർ ഓരോ വിചാരങ്ങളായിട്ടാ. അടുത്തത് നമുക്ക് दरोगा कहानी के कोई अन्य शीर्षक बताते हुए इसके आधार को स्पष्ट कीजिए. അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾക്ക് ചോദിക്കത്തില്ല. അടുത്തത് कहानी के अंत में अलोपदीन के वंशीधर को मैनेजर नियुक्त करने के पीछे क्या कारण हो सकते हैं? तर्क सहित उत्तर दीजिए. आप इस कहानी का अंत किस प्रकार करते हैं? चूंकि पंडित अलोपदीन स्वयं एक भ्रष्ट, बेईमान तथा लालची व्यक्ति था, उसने आज तक रिश्वत देकर अपने गलत कार्यों को अंजाम दिया था. एक वंशीधर ही ऐसा व्यक्ति था जिसे वह अपने धन के बल पर खरीद नहीं पाया. दरोगा के इस व्यक्तित्व से प्रभावित होकर उसने उसे अपना मैनेजर नियुक्त किया. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തന്നായിരുന്നു ഇല്ലേ? അടുത്ത क्वेश्चन, दरोगा वंशीधर गैर कानूनी कार्यों की वजह से पंडित अलोपदीन को गिरफ्तार करता है, लेकिन कहानी के अंत में इसी पंडित अलोपदीन की सहृदयता पर मुक्त होकर उसके यहाँ मैनेजर की नौकरी को तैयार हो जाता है. अपने आपके विचार से वंशीधर का ऐसा करना उचित था. आप उसकी जगह होते तो क्या करते? പിള്ളേർ സ്കൂളിലുള്ള പിള്ളേർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്കൊന്നും ചോദിക്കത്തില്ല. ഇത് ചോദിക്കാൻ नमक विभाग के दरोगा पद के लिए बड़े बड़ों की जी ललचाता था. वर्तमान समाज में ऐसा कौन सा पद होगा जिसे पाने के लिए लोग लालायित रहते होंगे और क्यों? അതും ഒരു ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് വലുതായിട്ട് ചോദിക്കത്തില്ല. എന്തായാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കും. നിങ്ങൾക്ക് വേണ്ടുന്നത് ആ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാൽ മതി ഇതിനകത്ത് കേട്ടോ. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ. ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മിസ്. ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യൻ ആൻസർ അത് നോക്കി പഠിക്കണം കേട്ടോ. അന്നേരം ഇന്ന് നമക്ക ദരോഗ എന്ന് പറയുന്ന ആ ലെസണ് തീർന്ന്. ഇനി നിങ്ങൾക്ക് 2 ലെസണും കൂടെ ഉള്ളു, കഹാനിയുള്ളു ഇതിനകത്ത് പഠിക്കാനായിട്ട്. അത് 2 ദിവസം കൊണ്ട് ഞാൻ തീർക്കും. അങ്ങനെ 4th സെം നിങ്ങളുടെ എല്ലാം തീരും. മനസ്സിലായോ? ശരി എന്നാ ലീവ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു മിസ്.